ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മാമൻ എന്ന് പറഞ്ഞ ട്രെയിലർ മെയ് 1 റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 8 തന്നെ റിലീസാവുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 7 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൂര്യ 46 എന്ന് പറഞ്ഞ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടക്കുതിര എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ഒരു പ്രൊമോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ 11 എന്ന് പറഞ്ഞ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മെയ് 16 പടം റിലീസാവുക. പിന്നെ പ്രിൻസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ഒരു കാസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. ഫീച്ചർ ഫിലിം, ഡോക്യുമെന്ററി ഫിലിം, വെബ് സീരീസ് ഇതിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും താല്പര്യം നോക്കി നോക്കുക. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ ഓട്ടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ബലംകൊണ്ട സായി ശ്രീനിവാസിന്റെ കിഷ്കിന്താപുരി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞ ഇത്ര ദിവസം കൊണ്ട് 41.27 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ 6 ആഴ്ച കൊണ്ട്. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ മെയ് 30 ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ഡെവിൽസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ ഓട്ടത്തിന്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11 മണിക്ക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് വിശാലും STRും കാർത്തിയും ഒക്കെ ആയിരിക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിവിൻപോളി അഖിൽസത്തിന് ഒന്നിക്കുന്ന ഓടാം അവിടത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞ അതിന്റെ ഭാഗത്തുനിന്ന് UK തിയേറ്റർ ലിസ്റ്റ് പുറത്തിട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ US തിയേറ്റർ ലിസ്റ്റ് 1, തിയേറ്റർ ലിസ്റ്റ് 2, തിയേറ്റർ ലിസ്റ്റ് 3, തിയേറ്റർ ലിസ്റ്റ് 4 അതും കാണിക്കുന്നുണ്ട്. പിന്നെ അവിടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നിരുന്നു. ബെർലിയിൽ വന്നതിൽ എനിക്ക് അധികം ഇഷ്ടപ്പെടാത്ത ഒരു പോസ്റ്റർ ഈ 2 days to go പോസ്റ്റർ ആണ്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ അതിന്റെ ഫൈനൽ മിക്സിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ ലോഡഡ് ആയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ റൺ ടൈമായി പറഞ്ഞു നടക്കുന്നത് 125 മിനിറ്റ് അല്ലെങ്കിൽ 130 മിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ 2 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ 5 മിനിറ്റ്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് മെയ് 9 ഞാൻ അറിയിച്ചുകൊണ്ട് കുറെ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു പുതിയ പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായി, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ രാഹുൽ സദാശിവൻ എന്ന് വെച്ചാൽ പ്രമേഹം എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ, അതായത് ഭൂതകാലം എന്ന് പറഞ്ഞ പടം ആളെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിന്റെ ഡയറക്ടർ പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ടാണ് പടം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്, NSS 2 ഇറ്റ്സ് എ റാപ്പ് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ രണ്ടാമത്തെ ആളാണിത്. ഫസ്റ്റത്തെ പ്രമേഹമായിരുന്നു, അത് കംപ്ലീറ്റ് ആയി എന്നുള്ള അറിയിച്ചുകൊണ്ട് എന്തായാലും ഈ പടം റിലീസിന് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബറിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് ഈ വർഷം. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ന്യൂസിലാൻഡത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, മലേഷ്യത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, സിംഗപ്പൂരത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ജർമ്മനിയിലത്തെ തിയേറ്റർ ലിസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ തെലുങ്ക് ജോക്ക് ബോക്സും ഹിന്ദി ജോക്ക് ബോക്സും പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഒക്കെ നല്ല പോസ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഈ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ട് കേരളത്തിൽ നിന്ന് 75 ലക്ഷമാണ് അഡ്വാൻസ് പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം കിട്ടിയിട്ടുള്ളത്, എന്ന് വെച്ചാൽ പ്രീ സെയിൽസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് 10 കോടി കടന്നിട്ടുണ്ട്. എന്തായാലും റാംപേജ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ റെട്രോന്റെ ഒരു ഇവന്റിൽ വെച്ചിട്ട് വാടി വാസൽ ഈ വർഷം തുടങ്ങുന്നുള്ള ആള് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വെട്രിമാരനൊക്കെ കൺഫേം ചെയ്തതാണ്, ജി പ്രകാശ് ഏകദേശം കൺഫേം ചെയ്തായിരുന്നു. അപ്പോൾ സൂര്യ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാടി വാസൽ ഓണായിരിക്കുകയാണ്. മിക്കവാർക്ക് തോന്നുന്നത് സൂര്യ 46 ശേഷം വാടി വാസലായിരിക്കും തുടങ്ങിയ നല്ലതാണ്. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, NTRനെ വെച്ചിട്ട് പ്രശാന്ത് നീൽ എടുക്കുന്നതാണ്. ആ പടത്തിന്റെ ടൈറ്റിൽ ഡ്രാഗൺ ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും SS രാജമൗലി പറഞ്ഞിട്ടുണ്ട് ആ പടത്തിന്റെ ടൈറ്റിൽ ഡ്രാഗൺ എന്നുള്ള തന്നെയാണെന്നുള്ളത്. അതിനിപ്പോൾ മാറ്റമില്ല എന്നുള്ളതൊന്നും അറിയില്ല, എന്തായാലും ആളങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ റിലീസ് മാറ്റം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 9 അതിന്റെ അപ്ഡേഷൻ വരുന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിച്ചിട്ടുണ്ട്. 2026 ജൂൺ 25 പടത്തിന്റെ റിലീസ് വരിക. അപ്പോൾ അതിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തലവതി വിജയുടെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ വരുന്ന പടമാണ് ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇവിടെ ലാസ്റ്റ് ആണെന്നുള്ളത് പൂജാഗ്ഡനോട് ആൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ പൂജാഗ്ഡെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ വിജയ് ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എത്തുന്നത്, അല്ലാതെ രാഷ്ട്രീയ പടം അങ്ങനത്തെ രീതിയിലല്ല. എന്തായാലും ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഏകദേശം ഈ പോലീസുകാരും ഡ്രഗ് മാഫിയക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും എങ്ങനെ വരും എന്നുള്ള കണ്ടന്റ് അറിയണം. തേരി എന്ന് പറഞ്ഞിടത്തിലാണ് ലാസ്റ്റ് വിജയ് പോലീസായി അഭിനയിച്ച്, അത് ഗംഭീര പടം തന്നെയായിരുന്നു. പിന്നെ ഷാരൂഖ് ഖാന്റെ ഡോൺ ക്യാരക്ടറായി വീണ്ടും തിരിച്ചു വരുന്ന ഒരു പടമാണ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം കുറേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഷൂട്ട് ഈ മെയ് 9 തുടങ്ങും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി ഇതിന്റെ അനൗൺസ്മെന്റ് മെയ് 22 വരെ എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും അർഷാദ് വർഷ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ പടത്തിൽ ദുൽഖർ സൽമാൻ വരും എന്നുള്ള രീതിയിലൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്, വെറും റൂമറായിട്ടാണ് നിലവിൽ ഉള്ളത്. വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗംഭീരമാവും. എന്തായാലും ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഷാരൂഖ് ഖാന്റെ പുതിയതായിട്ട് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. പിന്നെ തുടരും എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പ്രൊമോ സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അതിന്റെ പേര് കൊണ്ടാട്ടം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ജെയ്ക്സ് ബി ജോയ് ഫാൻ ബോയ് സംഭവം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ പ്രൊമോ സോങ് ആണ് MG ശ്രീകുമാർ വേൽമുരുക പോലത്തെ ടൈപ്പിലൊരു പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ള കണ്ടറിയാം. എന്തായാലും ഇന്ന് 6 മണിക്കാണ് പാട്ട് പുറത്തിറങ്ങുക. ഇന്നത്തോട് കൂടിയിട്ട് പടം 100 കോടി അടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇറക്കണം തോന്നുന്നുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് ഈ പടം ഏകദേശം 40 കോടി ഇന്നത്തോടു കൂടി ആവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. 6 ദിവസം കൊണ്ട്. എന്നുവെച്ചാൽ മോഹൻലാലിന്റെ അടുത്ത പടം കേരളത്തിൽ 50 കോടി നേടാൻ പോവുകയാണ്, കേരളത്തിൽ നിന്ന് മാത്രം. പിന്നെ മൊത്തത്തിൽ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് 83.15 കോടിയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 5 ദിവസം കൊണ്ട് 94-95 കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. 6ാമത്തെ ദിവസത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞ 100 കോടി എത്തുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ. അപ്പോൾ അതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ സബ്സ്ക്രൈബ് കൂടെ പിള്ളേക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.